ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴാണ് ചെമ്പനീർ പൂവിൽ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശ്രുതിയുടെ ഒരു കള്ളത്തരമെങ്കിൽ ഒരു കള്ളത്തരം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ശ്രുതിയോട് നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. എൻ്റെ ഭർത്താവിൻ്റെ പണം തട്ടിയെടുത്ത് നിങ്ങൾ കട തുടങ്ങിയിട്ട് ആ വിവരം എന്നോട് പോലും നീ പറഞ്ഞില്ലല്ലേടി, എൻ്റെ മോനെ കൂടെ വഴി തെറ്റിക്കുന്നത് നീയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങളുടെ മോൻ ഇങ്ങനെ ഒരു കിഴങ്ങനായിപ്പോയതേ നിങ്ങൾ കാരണമാണ്, നിങ്ങളെ വളർത്തു ഗുണം കൊണ്ടാണ് ഇവൻ ഇങ്ങനെ പറ്റിപ്പോകുന്നതെന്ന് പറയുന്നത് ചന്ദ്രയ്ക്ക് ഒട്ടും അങ്ങ് ഇഷ്ടപ്പെടാതെ വരികയും അങ്ങനെ ആയിക്കഴിയുമ്പം നമ്മുടെ ശ്രുതിയെ അങ്ങ് വെറുക്കുകയും അവിടെ ഒരു വേലക്കാരിയെ പോലെ നോക്കുകയും ചെയ്യാണ് കേട്ടോ ചന്ദ്ര. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ചമ്മ ഈ പ്രശ്നമൊക്കെ അറിഞ്ഞിട്ട് വരുന്നതും അച്ചമ്മ കാര്യങ്ങളൊക്കെ ഒരുവിധ ഇതാക്കി എടുക്കുക. അപ്പോൾ ചന്ദ്രയെ നല്ല ചീത്ത പറയുന്നുണ്ട് അച്ചമ്മ. അപ്പോൾ ചന്ദ്ര വീണ്ടും ശ്രുതിയുടെ നേരെ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ. എടി ശ്രുതി, നീ കാരണമാണ് ഇവരുടെയൊക്കെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കേണ്ടി വന്നത് എന്നൊക്കെ പറയാണ്. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ശ്രുതിയോട് ചന്ദ്ര പറയാ, ശ്രുതി എന്താ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, നിനക്ക് അടുക്കളയിൽ കയറി ജോലിയൊന്നും ചെയ്തുകൂടെ എന്ന് ചോദിക്കുക. ശ്രുതി പറയുന്നുണ്ട്, അല്ല ഞാനെന്ത് ജോലി ചെയ്യാനാ, രേവതിയല്ലേ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ രേവതി ഇനിയിപ്പോൾ ചെയ്യുന്നില്ല. എന്നെ പറ്റിച്ചിട്ട് എൻ്റെ വീട്ടിൽ സുഖിച്ച് വാഴാതെ നീ ആലോചിച്ചിട്ടുണ്ടെങ്കിലേ അത് നിൻ്റെ കയ്യിലിരിക്കുകയുള്ളൂ. അതുകൊണ്ട് രാവിലെ എണീറ്റ് മുറ്റത്ത് കോലം വരയ്ക്കുന്നത് തൊട്ട് എല്ലാ ജോലികളും നീ അങ്ങ് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ ശ്രുതി പറയാം, ഞാൻ മുറ്റത്ത് കോലം വരയ്ക്കണോ? അതെ, നീ മുറ്റത്ത് വെളുപ്പിനെ എണീറ്റ് കുളിച്ച് കോലം വരയ്ക്കണം എന്ന് പറയാം. അപ്പം അങ്ങനെ ശ്രുതി പിറ്റേ ദിവസം രാവിലെ എണീറ്റ് മനസ്സോടെ കുളിച്ച് മുറ്റമൊക്കെ അടിച്ച് തളിച്ച് കോലം വരയ്ക്കുക. പാടെ ദേഷ്യത്തിൽ കഷ്ടപ്പെട്ടിരുന്ന കേട്ടോ നമ്മുടെ ശ്രുതി കോലം വരയ്ക്കുന്നത്. അപ്പം നമ്മുടെ രേവതി എണീറ്റിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ രേവതി നോക്കുമ്പം ശ്രുതി ഇരുന്ന് കോലം വരയ്ക്കുന്നുണ്ട്. രേവതിക്ക് അങ്ങ് ചിരി വരികയാണേ. അപ്പോൾ എല്ലാവരും വന്ന് നോക്കുമ്പം ശ്രുതി ആകെ വിഷമിച്ച് കഷ്ടപ്പെട്ട് കോലം വരയ്ക്കുക. രേവതി പോയിട്ട് അടുക്കളയിൽ ആ സമയത്ത് കാപ്പി ഉണ്ടാക്കി ഫ്ലാസ്കിലൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് കോലമൊക്കെ ഇട്ടിട്ട് ഭയങ്കര ക്ഷീണിച്ച് നമ്മുടെ ശ്രുതി അങ്ങ് ചെന്നിട്ട് രേവതി അങ്ങ് ഭരിക്കുക. രേവതി കാപ്പി എടുക്കുക എനിക്ക് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ രേവതി പറയുക, അതെ ഞാൻ ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, അതെടുത്ത് കുടിച്ചോ എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ ശ്രുതി പറയാ, അതെ നീ ഫ്ലാസ്കിൽ ഒഴിച്ച് വെച്ചാൽ പോരാ, നീ അതെനിക്ക് കപ്പിലൊഴിച്ച് തരണം. എനിക്കത് കപ്പിലൊഴിച്ച് തന്നു എന്ന് വെച്ച് നിനക്ക് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് വരിക. ചന്ദ്ര അന്നേരം ചോദിക്കുക, എന്താടി ശ്രുതി, നീ എന്തിനാ രേവതിയെ ഭരിക്കാൻ വരുന്നത്? നിനക്ക് ആ ഫ്ലാസ്കിൽ നിന്ന് കാപ്പി എടുത്ത് കുടിച്ചൂടെ? അതും രേവതി എടുത്ത് ഇനി കപ്പിലൊഴിച്ച് നിനക്ക് തരണമെന്ന് നിർബന്ധമാണോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ശ്രുതി പറയുക, അത് രേവതിയല്ലേ എപ്പോഴും എടുത്ത് കപ്പിലൊഴിച്ച് കൊണ്ട് തരാറ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ രാവിലെ എണീറ്റ് കോലം വരച്ചിട്ട് മടുത്തിരിക്കുക, അപ്പോൾ പിന്നെ രേവതിക്ക് എടുത്ത് തന്നാൽ എന്താ കുഴപ്പം? അപ്പോൾ ചന്ദ്ര പറയാം, അങ്ങനെ ഇപ്പോൾ രേവതി നിനക്കേ ഒന്നും ചെയ്ത് തരുന്നില്ല. ഈ വീട്ടിലെ ജോലികളെല്ലാം നീ തന്നെ ചെയ്യണം, അല്ലാതെ രേവതിയെ കൊണ്ടല്ല ചെയ്യിപ്പിക്കുന്നത്. രേവതി നീ ഇങ്ങോട്ട് മാറിക്കേ, ശ്രുതി ചെയ്യട്ടെ എല്ലാ ജോലിയും. കാപ്പി എടുത്ത് കുടിക്കുക മാത്രമല്ല പാചകം മുഴുവൻ നീ ചെയ്യണം. അതുപോലെ ഈ വീട്ടിലെ ഡ്രസ്സുകളൊക്കെ നീ തന്നെ അലക്കണം എന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി പറയുക, അത് ആൻറ്റി എന്താ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ പറയുകയാണ് കേട്ടോ ചന്ദ്ര, അതെ നിന്നോട് പിന്നെ ഇങ്ങനെ അല്ലാതെ ഞാൻ എങ്ങനെ പെരുമാറണമെന്നാണ് നീ പറയുന്നത്? നീ എന്നോട് കാണിച്ച ദ്രോഹം എന്നോട് തോന്നിയ ദിവസം പറഞ്ഞവളാ നീ. എൻ്റെ മകനെ വഷളാക്കിയത് ഞാൻ തന്നെയാണെന്ന് നീ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? അങ്ങനെയുള്ള നീ എൻ്റെ വീട്ടിൽ സുഖിച്ച് വാഴാമെന്നാണ് ആലോചിച്ചത്. അതുകൊണ്ടേ ഈ വീട്ടിലെ പണികളൊക്കെ ഇനി നീ ചെയ്യണം. നീ ഇവിടുത്തെ ഒരു ജോലിക്കാരിയെ പോലെയാണ്. രേവതി ഇനി അടുക്കളയിൽ കയറുന്നുമില്ല, ജോലി ചെയ്യുന്നുമില്ല. രേവതി നീ പോയിരുന്ന് ടി വി ഉണ്ടോ ചെല്ല് എന്ന് പറയുക. ഇത് കണ്ട് ശരിക്കും ശ്രുതിയും അന്തിച്ചു പോവാണ്. രേവതിയോട് പോയിരുന്ന് ടി വി കണ്ടോളാൻ പറയുന്നോ? അപ്പോൾ ഇത് കണ്ടിട്ട് സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുക. ഇതെന്താ അമ്മയ്ക്ക് ഇപ്പോൾ ഇത്ര മാറ്റം വന്നത്? രേവതിയോടുള്ള ദേഷ്യമൊക്കെ തീർന്നു അമ്മയ്ക്ക്. ശ്രുതിയെ ഇഷ്ടമില്ലാതായപ്പോൾ രേവതിയോടുള്ള ദേഷ്യം തീർന്നു. രേവതി ജോലിയൊന്നും ചെയ്യണ്ട, പോയിരുന്നു ടി വി കണ്ടോളാം, ഇതൊക്കെ കൊള്ളാമല്ലോ എന്ന് സച്ചി ഇങ്ങനെ മനസ്സിലാലോചിക്കുക. അങ്ങനെ ജോലിയെല്ലാം ചെയ്ത് നമ്മുടെ ശ്രുതി അങ്ങ് മടുക്കുകയാണ്. അപ്പോൾ ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി നിനക്ക് ഒരുപാട് ജോലിയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കൊരു രക്ഷയില്ല, ഒന്നും അമ്മയോട് പറയാൻ പറ്റില്ല. നീ അമ്മയോട് തോന്നിയ ദിവസം പറഞ്ഞില്ലേ, അതുകൊണ്ടല്ലേ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. തൽക്കാലം നീ ഇതൊക്കെ അങ്ങ് ചെയ്തോ എന്ന് പറയാണ്.
അപ്പോൾ ശ്രുതി പറയാം, എന്നാലും ശ്രുതി നീയും എൻ്റെ കൂടെ നിന്നതില്ലേ, നീയും കൂടെ കൂടിയല്ലേ കട തുടങ്ങിയത്, ആ പണം മറിച്ചത് നീയും കൂടെ കൂടിയല്ലേ, എന്നിട്ടിപ്പം ശിക്ഷ മുഴുവൻ എനിക്ക് മാത്രം, ഇതെന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ എന്നിങ്ങനെ പറയാം. അപ്പം ശ്രുതി പറയുന്നുണ്ട്, ആ നീ അനുഭവിച്ചോ, ഇനി നിന്നോട് ഞാൻ മിണ്ടുന്ന കണ്ട അമ്മ എന്നോടും ദേഷ്യപ്പെടും എന്നും പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങുക. അതേസമയം നമ്മുടെ ശ്രുതി അതൊക്കെ കഴിയുമ്പോൾ രേവതി എന്ത് ടി വി കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് കുറേ ഡ്രസ്സൊക്കെ അലക്കാൻ എടുത്തിട്ട് വരിക. രേവതിയുടെയും സച്ചിയുടെയും ഒന്നും എടുത്തിട്ടില്ല. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുക, നീ തുണിയലക്കാൻ പോവാണോ ശ്രുതി എന്ന് ചോദിക്കുക. അതെ, ഞാൻ തുണിയലക്കാൻ പോവാ ആൻറ്റി, എൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ആ എടുത്തിട്ടുണ്ട് ആൻറ്റി എന്ന് പറയാം. അപ്പോൾ ഉടനെ ചോദിക്കുക, രേവതിയുടെയും സച്ചിയുടെയും ഡ്രസ്സൊക്കെ നീ എടുത്തിട്ടുണ്ടോ? ഇല്ല, രേവതിയുടെയും സച്ചിയുടെയും ഡ്രസ്സ് ഞാൻ എടുത്തിട്ടില്ല. അതെന്തിനാണ് ഞാൻ എടുക്കുന്നത്, അത് രേവതി കഴുകിക്കോളുകയല്ലേ. അപ്പം ചന്ദ്ര പറയാം, അതെന്താടി അവരുടെ ഡ്രസ്സ് എടുക്കാത്തത്, നീ പോയി രേവതിയുടെയും സച്ചിയുടെയും കൂടെ ഡ്രസ്സ് എടുത്ത് കഴുകിയിടണം, അല്ലാതെ അവരുടെ ഡ്രസ്സ് അവരല്ല കഴുകുന്നത്, ഇനി മുതൽ നീയാ കഴുകുന്നത്, നീ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി, ചെന്നെടുത്തോണ്ട് പാടിയെന്ന് പറയാം. അങ്ങനെ ശ്രുതി മനസ്സോടെ പോയിട്ട് രേവതിയുടെയും സച്ചിയുടെയും നനയ്ക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് അലക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണേ. എന്നിട്ട് ആകെപ്പാടെ ക്ഷീണിച്ച് മനസ്സോടെ നിന്നിങ്ങനെ അലക്കുക. അപ്പോൾ സച്ചി രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണു വീഴ്ച നോക്കുക. വർഷേ ശ്രീകാന്തും അതെ, ഇതിപ്പോൾ എന്താ സംഭവിച്ചത്, ആൻറ്റിക്ക് രേവതി ചേച്ചിയോടുള്ള ദേഷ്യമൊക്കെ മാറിയോ എന്ന് വർഷ പറയുക. അപ്പോഴേക്ക് രേവതി പറയാം, വേണ്ടായിരുന്നു, എൻ്റെ ഡ്രസ്സൊന്നും ശ്രുതിയെ കൊണ്ട് നനപ്പിക്കണ്ടായിരുന്നു എന്ന് പറയാം. അപ്പോൾ ഉടനെ സച്ചി പറയാം, അവൾ നനയ്ക്കട്ടേന്നേ, ഇത്രയും നാളും നീ അവളുടെ ഡ്രസ്സൊക്കെ നനച്ചിട്ടതല്ലേ, അപ്പോൾ പിന്നെ നിൻ്റെ ഡ്രസ്സൊക്കെ അവളും കുറച്ച് നാൾ നനയ്ക്കട്ടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പം രേവതി പറയാം, എന്നാലും ആൻറ്റി അങ്ങനെ പെരുമാറണ്ടായിരുന്നു, ശ്രുതിയോടും ദേഷ്യമൊന്നുമില്ല ആൻറ്റിക്ക്, ശ്രുതിയോടാ ദേഷ്യം, ഇങ്ങനെയുള്ള ജോലിയൊന്നും അവളെ കൊണ്ട് ഇപ്പോൾ ചെയ്യിക്കണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വർഷ പറയാം, എൻ്റെ പൊന്ന് രേവതി ചേച്ചി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ശ്രുതി അവരുടെ മനസ്സിൽ മുഴുവൻ അസൂയയും കുശുമ്പുവാ, അതുപോലെ തന്നെ മുഴുവൻ കള്ളത്തരങ്ങളുമാണ്, അങ്ങനെയുള്ള അവർക്ക് ഇടയ്ക്ക് ഇങ്ങനെയുള്ള ചെറിയ പണികളൊക്കെ കിട്ടുന്നത് നല്ലതാണ്, അതുകൊണ്ട് രേവതി ചേച്ചി ഇതൊന്നും ആലോചിച്ച് വിഷമിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറയണം. അങ്ങനെ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഇപ്പം കണ്ടോ, ഒരു വിഷമം ഉണ്ടെങ്കിലേ ഒരു സന്തോഷം വരും, നിന്നെ അമ്മ ഇവിടെ ഇട്ട് ഒരുപാട് പൊരിച്ചതല്ലേ, ഒരുപാട് ജോലി ചെയ്യിപ്പിച്ചതല്ലേ, ദേ ഇപ്പം കണ്ടോ അതെല്ലാം മാറിയിട്ട് ആ ജോലികളെല്ലാം ശ്രുതിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, അങ്ങനെ ശ്രുതിയും കഷ്ടപ്പെടട്ടെ എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം ചന്ദ്രയ്ക്ക് ശ്രുതിയോട് നല്ല ദേഷ്യമാണ്. ശ്രുതിയാണെങ്കിൽ ജോലിക്കൊക്കെ പോയിരിക്കുകയാണ്, അപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് ചന്ദ്ര മനസ്സിലാലോചിക്കുക, അവൾ ജോലിക്ക് പോയിരിക്കുക, എൻ്റെ ഭർത്താവ് പെൻഷനായപ്പം കിട്ടിയ പണം അതും കൊണ്ട് കട തുടങ്ങി, എന്നോടൊരു വാക്ക് പറയാതെ, അത് തിരികെ കിട്ടിയിട്ട് പോലും എന്നെ അറിയിക്കാതെ രണ്ടും കൂടി കള്ളം പറഞ്ഞു നടന്നു. അങ്ങനെയുള്ള ശ്രുതി അവളെ സമ്പാദിക്കുന്ന പണം മുഴുവൻ എൻ്റെ കയ്യിൽ വരണം, ആ 50 ലക്ഷം രൂപ അതെനിക്ക് തിരിച്ചു പിടിക്കണം, അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം, അവൾ അധ്വാനിക്കുന്ന പണം എൻ്റെ കൈ വരണമെങ്കിൽ അവളുടെ ATM കാർഡ് എൻ്റെ കൈ വരണം, ശ്രുതിയോട് ചോദിച്ച് അത് എൻ്റെ കൈക്കലാക്കണം എന്നിങ്ങനെ വിചാരിക്കുക. അപ്പോഴാണ് നമ്മുടെ ശ്രുതി അതുവഴി വരുന്നത്. ശ്രുതി വരുമ്പോഴേക്കും ഉടനെ ചോദിക്കുന്നുണ്ട് ചന്ദ്ര, അതെ ശ്രുതി നീ ഒന്ന് നിന്നടാ, നിൻ്റെ ഭാര്യ എന്തിയേ, അവൾ ബ്യൂട്ടി പാർലറിൽ പോയമ്മേ, ഓ അവൾ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്ത് സമ്പാദിക്കാൻ പോയി, അങ്ങനെയുണ്ടെങ്കിൽ അവളുടെ ATM കാർഡ് നിൻ്റെ കയ്യിലുണ്ടോടാ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രുതി പറയാ, ഉണ്ട്, ATM കാർഡ് അലമാരിയിൽ ഇരിപ്പുണ്ട്, ആ ATM കാർഡ് നീ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നേ, നിനക്ക് അവളുടെ പാസ്വേഡ് അറിയാവോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, അറിയാം, പിൻ നമ്പർ എനിക്കറിയാമെന്ന് പറയാം, എന്നാൽ ആ പിൻ നമ്പറും പറഞ്ഞു തന്ന് ആ ATM കാർഡ് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കടാ. അപ്പോൾ ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക, ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് കൊടുത്താൽ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് ഓർത്തേ. അപ്പോൾ ചന്ദ്ര പറയാം, എന്താടാ നിനക്കൊരു മടി, നീയും കൂടി അവളുടെ കൂടെ നിന്ന് എന്നെ ചതിക്കായിരുന്നല്ലേ, നിന്നോടിപ്പോൾ അവളുടെ ATM കാർഡ് തരാനാണ് ഞാൻ പറഞ്ഞത്, അതെടുത്ത് എൻ്റെ കയ്യിൽ തരാൻ എന്ന് പറയാം. അപ്പോഴേക്കും ശ്രുതി പേടിച്ചു പോയിട്ട് ATM കാർഡും പിൻ നമ്പറും ഒക്കെ പറഞ്ഞ് ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുക. ചന്ദ്ര അത് മേടിച്ച് വയ്ക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് സച്ചിയും രേവതിയും വർഷയും ശ്രീകാന്തും ഒക്കെ നിൽപ്പുണ്ട്. അവരിങ്ങനെ പരസ്പരം നോക്കുകയാണേ. അത് കഴിയുമ്പോൾ ചന്ദ്ര അങ്ങ് കയറിപ്പോയി കഴിയുമ്പോഴേക്കും ഉടനെ തന്നെ രേവതി പറയുക, എന്തായാലും ഇത് മോശമായിപ്പോയി, ശ്രുതി ചെയ്തത് നല്ല കാര്യമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ശ്രുതി ചെയ്ത കാര്യം വളരെ മോശം തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ശ്രുതിയുടെ ആ ATM കാർഡ് അമ്മ പിടിച്ചു വെക്കേണ്ട കാര്യമില്ലായിരുന്നു, ശ്രുതി കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണമല്ലേ, ആ ATM കാർഡ് എന്തിനാ അമ്മ വാങ്ങി വെക്കുന്നത് എന്ന് പറയുമ്പം സച്ചിൻ പറയാം, അതൊക്കെ ശരി തന്നെയാണ്, ശ്രുതി തരക്കാരിയാണേലും അവളുടെ ATM കാർഡൊന്നും വാങ്ങി വെക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ വർഷയും പറയാം, അത് നേരാ, എന്താണെന്ന് വെച്ചാൽ ശ്രുതി കഷ്ടപ്പെടുന്ന പണമല്ലേ, ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം സ്വന്തം കാലിൽ നിന്ന് പണം ഉണ്ടാക്കുന്ന, അത് മറ്റൊരാളുടെ മുമ്പിൽ അടിയറ വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, ആൻറ്റി ഇപ്പോൾ ചെയ്തത് എന്തായാലും മോശമായിപ്പോയി എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും പറയാണ്, എന്തായാലും ശ്രുതിയോട് പറഞ്ഞ് ആ ATM കാർഡ് തിരിച്ചു കൊടുപ്പിക്കണം, അതിനെന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അതേസമയം രേവതി വീട്ടിലേക്ക് ചെല്ലുക.
രേവതി വീട്ടിൽ ചെല്ലുമ്പം രേവതിയുടെ അമ്മയും അതുപോലെ ശരത്തും ദേവും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം രേവതി വീട്ടിലെ കഥകളൊക്കെ പറയാണ്. ഇങ്ങനെയൊക്കെയാണ് ആ പണം നീലിമയുടെ കയ്യിൽ നിന്ന് തിരികെ കിട്ടിയിരുന്നു. അത് തിരികെ കിട്ടിയിട്ടും ശ്രുതിയും കൂടെ അത് പറയാതെ ആ പണം കൊണ്ടാണ് അവർ കട തുടങ്ങിയതെന്ന് പറയുമ്പം ലക്ഷ്മി പറയാണ്, അയ്യോ അത്രയ്ക്ക് വൈഭവം പിടിച്ച ആളാണോ നമ്മുടെ ശ്രുതി? അവൾ ഇത്രയും വലിയ കള്ളം പറഞ്ഞു. ശ്രുതിയും അതിന് കൂട്ടുനിന്നല്ലോ. ഏതായാലും അത് മോശമായിപ്പോയി. പാവം രവി അത്രയും കഷ്ടപ്പെട്ട കാശല്ലേ അത് കിട്ടിയിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു ചെയ്തേ. എന്നിട്ട് മലേഷ്യയിൽ നിന്ന് അവളുടെ അച്ഛൻ അയച്ചു കൊടുത്താണെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ചന്ദ്ര എന്നാ പറഞ്ഞു മോളെ എന്ന് ചോദിക്കുക. അപ്പോൾ രേവതി പറയാം, അതല്ലേ രസം, അമ്മയ്ക്കിപ്പം ശ്രുതിയോട് ഭയങ്കര ദേഷ്യ. കാരണം നോക്കി ഉടനെ തന്നെ ഒരെണ്ണം പൊട്ടിച്ചു. അതിനുശേഷം ശ്രുതി അമ്മയെ എന്തൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞ് അമ്മ ഇപ്പം ശ്രുതിയും കൂടെ മിണ്ടാൻ സമ്മതിക്കുന്നില്ല. രണ്ടുപേരെയും തമ്മിൽ പിണക്കിച്ചിരിക്കുക. അതുപോലെ ആ വീട്ടിലെ ജോലികൾ മുഴുവൻ ഇപ്പം ശ്രുതിയെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല. എന്നോട് വെറുതെ ഇരുന്നോ ടി വി കണ്ടോ എന്നാ പറയുന്നത്. വീട്ടിലെ ജോലികൾ എൻ്റെ തുണി ഉൾപ്പെടെ എല്ലാം നനയ്ക്കുന്നതേ ശ്രുതിയ എന്ന് പറയുമ്പോഴത്തേക്കും താടിക്ക് കൈ വച്ച് കണ്ണു മേടിച്ച് നിന്നു പോവുക ലക്ഷ്മിയമ്മ. അപ്പം നമ്മുടെ ദേവ് പറയുന്നുണ്ട്, അത് കൊള്ളാം കേട്ടോ, ഏതായാലും നന്നായി. അവർക്ക് ഇങ്ങനെ ഒരു പണി കിട്ടണമായിരുന്നു. ആ ശ്രുതി എന്ന് പറയുന്നവള് പേരും കള്ളിയാ. അവൾക്കിങ്ങനെ ഒരു പണി കിട്ടിയില്ലെങ്കിലേ പറയാനുള്ളൂ. ഏതായാലും ചേച്ചിയുടെ അമ്മായിയമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും തലയ്ക്ക് വെളിവ് വീണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അപ്പോഴേക്കും ഉടനെ ലക്ഷ്മി അമ്മ പറയാം, എന്നാലും അതൊക്കെ മോശമല്ലേ അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നതെന്ന് പറയുമ്പം ശ്രുതി പറയാം, ഉടനെ തന്നെ രേവതി പറയാം, അത് മോശം തന്നെയാണ്. ശ്രുതിയും കൂടെ കൂടിയാണ് ഇതെല്ലാം ചെയ്തത്. എന്നാലും ആ അമ്മ ശ്രുതിയെ കുറ്റപ്പെടുത്തുന്നില്ല, ശ്രുതിയെ മാത്രം കുറ്റപ്പെടുത്തുന്നത്. രണ്ടുപേരെയും കുറ്റപ്പെടുത്തുകയും ശിക്ഷിക്കുകയും ചെയ്യായിരുന്നെങ്കിൽ അതിനൊരർത്ഥം ഉണ്ടായിരുന്നു. ഇതിപ്പം വന്ന് കയറിയ പെണ്ണല്ലേ ശ്രുതിയെ മാത്രം കുറ്റപ്പെടുകയും സ്വന്തം മോനെ ഒന്നും പറയാതിരിക്കുകയും ചെയ്യുന്നത് തെറ്റ് തന്നെയല്ലേ എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ശരത്ത് പറയാ, ഈ ശ്രുതി എന്ന് പറയുന്നവർ മഹാകള്ളിയാണ്. അവരുടെ അച്ഛൻ മലേഷ്യയിലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ സത്യമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് രേവതി ചേച്ചി എന്ന് പറയാം. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അവർക്ക് ആൻ്റണിയായിട്ട് നല്ല ബന്ധമാണ്. എപ്പോഴും ആൻ്റണിയുടെ അടുത്ത് വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആൻ്റണിയോട് അവർ പല പ്രാവശ്യമായിട്ട് പണം കടം വാങ്ങുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ രേവതി ചോദിക്കുക, അതെന്തിനാ ശ്രുതി ആൻ്റണിയോട് പണം കടം വാങ്ങുന്നത്? ശ്രുതിയുടെ അച്ഛൻ കോടീശ്വരനാണ്, മലേഷ്യയിലാണെന്നൊക്കെയല്ലേ പറഞ്ഞത്. പിന്നെ എന്തിനാ ആൻ്റണിയോട് അവൾ കടം വാങ്ങുന്നത് എന്ന് പറയുമ്പം ശരത്ത് പറയാം, അതെനിക്കറിയില്ല എന്താന്ന്. എന്തായാലും ആൻ്റണിയോട് പല പ്രാവശ്യമായിട്ട് പണം കടം വാങ്ങുന്നുണ്ട്. ആൻ്റണിയുടെ അക്കൗണ്ടുകളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അതൊക്കെ ഞാൻ കണ്ടെത്തിയതാണ്. ഞാൻ അപ്പോഴും ആലോചിച്ചു, ഇവരെന്തിനാ ആൻ്റണിയോട് കടം വാങ്ങുന്നതെന്ന്. അവർ തമ്മിൽ എന്തൊക്കെയോ ഇടപാടുകളുണ്ട്. ഒരു നേരായ മാർഗമൊന്നും അല്ല ശ്രുതിയുടേത്, ഒരു പെരുങ്കള്ളിയാണെന്നാണ് തോന്നുന്നത്. ഞാനിതൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പം രേവതി ചോദിക്കുക, അത് നിനക്കറിയാമെന്ന് ശ്രുതിക്കറിയാവോ? നീ അവിടെയാണ് ജോലി ചെയ്തതെന്നും ഈ വിവരങ്ങളൊക്കെ നിനക്കറിയാമെന്നും ശ്രുതിക്കറിയായിരുന്നോ എന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് ശരത്ത്, ഇല്ല, ഞാൻ അവരെ കാണുമ്പം എപ്പോഴും ഒളിച്ച് നിൽക്കുമായിരുന്നു. അവരവിടെ മിക്കപ്പോഴും വരുമ്പം ഞാൻ മാറി നിൽക്കാറുണ്ട്. അവരെന്നെ കണ്ടിട്ടില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ രേവതി പറയാം, എന്തൊക്കെയോ കള്ളത്തരമുള്ള പോലെ എനിക്കും തോന്നുന്നുണ്ട്. മലേഷ്യയിലുള്ള അച്ഛനും കോടീശ്വരിയായ ശ്രുതിയുമാണെങ്കിൽ ഈ കള്ളത്തരങ്ങളൊക്കെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ശ്രുതിക്ക് പോലും ഈ വിവരങ്ങളൊന്നും അറിയില്ലെന്നാണ് തോന്നുന്നേ എന്നിങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവിടെ നടന്നിരിക്കുകയാണല്ലോ. ശ്രുതി ആകപ്പാടെ വിഷമത്തിലാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ വിളിച്ചിട്ട് ശ്രുതിയോട് പറയാണ്, ശ്രുതി നിൻ്റെ ATM കാർഡ് അമ്മ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ശ്രുതി അങ്ങ് ദേഷ്യപ്പെടുക, എന്താ നീ പറഞ്ഞേ? എൻ്റെ ATM കാർഡ് അമ്മ എന്തിനാ വാങ്ങിച്ചു വെച്ചത്? അതെന്തിനാ നീ അമ്മയ്ക്ക് കൊടുക്കാൻ പോയത്? ഞാൻ അലമാരയിൽ വെച്ചിട്ട് പോകുന്ന സാധനം നീ എന്തിനാ അമ്മയ്ക്ക് കൊടുത്തു? പിൻ നമ്പർ പറഞ്ഞു കൊടുത്തോ? പിൻ നമ്പറും ഞാൻ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുക്കാതിരുന്ന അമ്മ ദേഷ്യപ്പെടും. അമ്മ ദേഷ്യപ്പെട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്, അല്ലാതൊരു മാർഗ്ഗവും ഇല്ലായിരുന്നു. എടാ, എൻ്റെ ATM കാർഡ് എന്തിനാ അമ്മയ്ക്ക് കൊടുക്കുന്നത്? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണമാണ്, അതെന്തിനാ അവരുടെ ഏൽപ്പിക്കുന്നത്? ഇങ്ങനെയുള്ള മര്യാദ കേടൊക്കെ ചെയ്യുന്ന നീ ഉണ്ടല്ലോ, അന്നും എൻ്റെ കൂടെ നിന്ന് കള്ളത്തരങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും എന്നെ ചതിക്കുക. അമ്മയുടെ മുന്നിൽ നല്ലപോലെ ചമയുക. കൊള്ളാം നീ ശ്രുതി, നിന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. എനിക്ക് എൻ്റെ ATM കാർഡ് തിരിച്ചു കിട്ടുക തന്നെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം രേവതിയും സച്ചിയും വർഷയും ശ്രീകാന്തും കൂടെ സംസാരിക്കുമ്പോൾ സച്ചി രേവതിയോട് പറയുന്നുണ്ടേ, അതെ എന്താന്ന് വെച്ചാൽ നീ ഒരു കാര്യം ചെയ്യണം, നിങ്ങളോടും ഇനിയിപ്പോൾ ATM കാർഡ് അമ്മ ചോദിക്കായിരിക്കും എന്ന് പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ATM കാർഡ് സച്ചി എന്നെ ഏൽപ്പിച്ചേക്കാം, അപ്പോൾ കുഴപ്പമില്ലല്ലോ, ഇല്ല അമ്മ ചോദിച്ചു വാങ്ങിയാലോ എന്ന് പറയാം. അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, എനിക്കതൊന്നും പ്രശ്നമല്ലെന്ന്.
അങ്ങനെ പറഞ്ഞ് വർഷയും ശ്രീകാന്തും അങ്ങ് പോകുമ്പം രേവതി പറയാം, നാളെ ദേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രേവതിയോട് സച്ചി പറയുകയാണേ, നാളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നിന്നോട് ATM കാർഡ് ചോദിക്കും, അപ്പം നീ എൻ്റെ ഈ തരണം എന്ന് പറയാം. അപ്പോൾ രേവതി പറയാം, അതെന്താ സച്ചിയേട്ടാ അങ്ങനെ ചോദിച്ചേ? അല്ല അതിലൊക്കെ കാര്യമുണ്ട്. പിന്നെ വർഷ അവൾ ATM കാർഡൊന്നും കൊടുക്കില്ല. ഇനിയിപ്പോൾ അമ്മ ചോദിച്ചാലും നിന്നോടേ ചോദിക്കുകയുള്ളൂ. വർഷയ്ക്ക് അത് കൊടുക്കാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അറിയാം. അവൾക്ക് നല്ല തൻ്റെയുടെ ഒക്കെ ഉണ്ടെന്ന് സച്ചി പറയാം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഞാൻ സച്ചിയേട്ടനെ നാളെ അങ്ങ് ഏൽപ്പിച്ചേക്കാമെന്ന് പറയുകയാണേ. അങ്ങനെ സച്ചി ഓട്ടത്തിന് പോകുന്ന സമയത്ത് അച്ചമ്മ വിളിക്കുക സച്ചി. അച്ചമ്മ വിളിക്കുമ്പോഴേക്കും സച്ചി എടുക്കുക. എന്താണ് സച്ചി, അവിടെ എന്തെല്ലാം വിശേഷങ്ങളുണ്ട്? വിഷുവൊക്കെ അല്ലേ വരുന്നത്, നിങ്ങളാരും ഇങ്ങോട്ട് വരില്ല എന്നറിയാം. അതുകൊണ്ട് വിഷുവിന് ഞാൻ അങ്ങോട്ട് വരാമെന്ന് ആലോചിക്കുക. കുറച്ച് ദിവസം അവിടെ വന്ന് നിന്ന് എല്ലാവരെയും ഒന്ന് കണ്ട് വിഷുവൊക്കെ ആഘോഷിച്ചിട്ട് തിരിച്ചു പോരാന്ന് വിചാരിക്കുക എന്ന് പറയുമ്പോൾ സച്ചി പറയും, അച്ചമ്മ വരാൻ പോവാണോ? ഏതായാലും ഭയങ്കര സന്തോഷം. ഈ സമയത്ത് അച്ചമ്മ അവിടെ വന്നാൽ നല്ല രസമായിരിക്കും. അവർ അടിപൊളി ക്ലൈമാക്സ് ഒക്കെ അല്ലേ നടക്കുന്നത്. അപ്പോൾ അച്ചമ്മ ചോദിക്കും, എന്താ അവിടെ വിഷയം? അതെ, ഇതൊക്കെയാ കാര്യങ്ങൾ. നമ്മുടെ അച്ഛൻ്റെ പണം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ലേ, ആ പണം തിരികെ കിട്ടിയായിരുന്നു ശ്രുതിക്കും. അവരതുകൊണ്ടാണ് കട തുടങ്ങിയത്. എന്നിട്ട് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊടുത്താന്ന് പറഞ്ഞു. ഈ വിവരങ്ങളൊക്കെ ആ നീലിമ എന്ന് പറയുന്ന പെണ്ണ് വന്ന് അവിടെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും എല്ലാ വിവരങ്ങളും സത്യങ്ങളും അറിഞ്ഞു. അമ്മ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ശ്രുതിയെ കാരണം അടിച്ചു പൊട്ടിച്ചു. അമ്മയെ പറ്റിച്ചു എന്നുള്ള ദേഷ്യം കാരണമേ ഇപ്പോൾ ശ്രുതിയെ വീട്ടിലെ വേലക്കാരിയാക്കി വെച്ചിരിക്കുക എന്ന് പറയാം. അപ്പോൾ അച്ഛമ്മ പറയാം, അത് കൊള്ളാലോ, അപ്പോൾ അവൾ പണിയൊക്കെ ചെയ്യോടെ അവിടെ. പിന്നെ അന്ന് അച്ഛമ്മ വന്നു നിന്ന് ചെയ്യിച്ചില്ലേ, അതിൻ്റെ ഇരട്ടി പണിയാണ് ഇപ്പോൾ അവിടെ ചെയ്യിക്കുന്നത്. രേവതിയോടൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞിരിക്കുക. രേവതി ഫുൾ ടൈം ഇപ്പോൾ TV കണ്ടോണ്ടിരിക്കുകയാന്നേ. രേവതിയുടെ തുണി വരെ അലക്കി കൊടുക്കുന്നതേ ശ്രുതിയാ. നല്ല രസമാണ് ഇപ്പോൾ അവിടെ. പിന്നെ പോരാത്തതിന് അച്ഛമ്മേ, ശ്രുതിയുടെ ATM കാർഡ് വരെ അമ്മ മേടിച്ച് വെച്ചിരിക്കുക എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയാ, ഇത്രയൊക്കെ സംഭവങ്ങൾ അവിടെ നടന്നോടാ? അവളുടെ ATM കാർഡൊക്കെ മേടിച്ച് വെച്ചത് മോശമായി പോയില്ലടാ എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അതൊക്കെ മോശമായി, അത് തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു. അമ്മ മേടിച്ച് വെച്ചിരിക്കുക. അച്ഛമ്മ ഏതായാലും ഇങ്ങോട്ട് വാ, അപ്പോൾ ഈ കളികളൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് പറയാം. അപ്പോൾ ഉടനെ കലാവതി പറയുന്നുണ്ട്, അതെ ഞാൻ വരാം, ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നുണ്ട്. വിഷു കഴിഞ്ഞിട്ടേ പോരുന്നുള്ളൂ. ഈ അംഗത്തിനൊരു പരിസമാപ്തിയൊക്കെ വരുത്തിയതിന് ശേഷം ഇതെല്ലാം കണ്ടിട്ട് പോരാം. എന്നാലും ശ്രുതി പണി ചെയ്യുന്ന എനിക്കൊന്ന് കാണാലോ എന്നിങ്ങനെ അച്ഛമ്മയും പറയാം. അങ്ങനെ ശ്രുതി പിറ്റേ ദിവസം തന്നെ അച്ഛമ്മ അവിടെ വരികയാണ് കേട്ടോ. അച്ഛമ്മ വന്നിട്ട് അവിടെ വന്ന് കയറി എല്ലാവർക്കും സുഖമാണെന്നൊക്കെ ചോദിക്കുക. രവിയോട് ചോദിക്കുന്നുണ്ട്, എന്താ രവി, എന്തൊക്കെയുണ്ടാ വിശേഷം? ഇവിടെ എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുക. എല്ലാവർക്കും സുഖം, നല്ല രീതിയിലൊക്കെ പോകുന്നമ്മേ. ഇങ്ങനെ അന്ന് നഷ്ടപ്പെട്ട പണം കിട്ടിയിരുന്നു. ആ പണം കൊണ്ടാണ് നമ്മുടെ ശ്രുതി കട തുടങ്ങിയത്. അതവർ പറയാൻ വിട്ടുപോയി എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയാം, എടാ നീ കഷ്ടപ്പെട്ട പണമല്ലടാ, ഇത്രയും നാളും വണ്ടി ഓടിച്ച് നീ ഉണ്ടാക്കിയ പണം അതിങ്ങനെ കിട്ടിയിട്ട് നിന്നെ അറിയിക്കാതെ ഇവർ കട തുടങ്ങി. ഇവളുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞത് ശരിയായ കാര്യമാണോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട് രവി, അല്ല എന്നാലും അത് അവരുടെ ഒരു ആവശ്യത്തിനല്ലേ ഉപയോഗിച്ചത്, നമുക്ക് പണം നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് പറയുക. അപ്പോൾ ചന്ദ്ര പറയുക, നമുക്ക് പണം നഷ്ടപ്പെട്ടില്ലെന്നോ? ഈ അഹങ്കാരി കാണിച്ചതല്ലേ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ നേരെ ചീറ്റിക്കൊണ്ട് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രവി നിൻ്റെ ATM കാർഡ് ഇങ്ങോട്ട് തന്നേ, ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറയുക. അപ്പോൾ രവി ചോദിക്കുക, അതെന്തിനാ ഇപ്പം നീ ഇവളുടെ ATM കാർഡ് സൂക്ഷിക്കുന്നത്? അതെ, ശ്രുതിയുടെ ATM കാർഡേ അമ്മ മേടിച്ചു വെച്ചിരിക്കുക, അതുപോലെ ഇനി രേവതിയുടെയും മേടിച്ചു വെക്കേണ്ട, ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറയുക. അപ്പോൾ രവി ചോദിക്കുക, അതെന്തിനാ ചന്ദ്രൻ നീ ശ്രുതിയുടെ ATM കാർഡ് വാങ്ങിച്ചു വെച്ചത്? ഇതൊക്കെ മോശമല്ലേ? അവൾ ജോലി ചെയ്യുന്ന പണം അവൾക്ക് ഉപയോഗിക്കാനല്ലേ നീ വാങ്ങിച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാടമ്പിത്തരമൊക്കെ കാണിക്കുന്നത് ശരിയാണോ? അപ്പം ചന്ദ്ര പറയുക, അതൊക്കെ ഞാൻ ചെയ്യും. അവൾ എന്നോട് ചെയ്തത് ദ്രോഹമാണ്. എന്നോട് തോന്നിയാസവും പറഞ്ഞ് അഹങ്കാരവും കാണിച്ച് നിങ്ങളുടെ പണവും തട്ടിയെടുത്തിട്ട് അവൾ സുഖിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളുണ്ടാക്കുന്ന പണം കുറേശ്ശെയായിട്ട് ഞാൻ തിരിച്ച് മേടിക്കും എന്ന് പറയുമ്പോൾ രവി പറയാം, ഇതൊക്കെ മോശം ചന്ദ്രേ, ഇതൊന്നും ശരിയല്ല എന്ന് പറയാം. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, അതെ ഇതൊന്നും ശരിയല്ല ചന്ദ്രേ എന്ന് പറയാം. എന്ത് ശരിയല്ലെന്ന്? ഇവള് കാണിച്ച ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ഇല്ല ഇവള് കാണിച്ചത് തെറ്റ് തന്നെയാണ് ശ്രുതി, നീ ഈ കാണിച്ചത് തെറ്റ് തന്നെയാണ്. അപ്പോൾ ദേ ചന്ദ്രേ, നിൻ്റെ മോൻ ശ്രുതി അവനും തെറ്റ് ചെയ്തിട്ടില്ലേ? ഇവനും ഒരു പെരുങ്കളനല്ലേ? ദേ ഇവളുടെ കൂടി 2 പേരും കൂടെ അല്ലേ ഈ തെറ്റ് ചെയ്തത്? എന്നിട്ട് നിൻ്റെ മകനെ മാത്രം കുറ്റം പറയാതെ ഇവളെ മാത്രം ഇങ്ങനെ കുറ്റം പറയുന്നത് ശരിയാണോ ചന്ദ്രേ? അത് ഇവൾ ചെയ്ത തെറ്റാണെങ്കിൽ 2 പേർക്ക് ശിക്ഷ കൊടുക്കണം. 2 പേരും തെറ്റ് തന്നെയാണ് ചെയ്തത്. പിന്നെ ഇവളുടെ ATM കാർഡൊക്കെ നീ വാങ്ങിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ മോശമായ കാര്യമാണ്. ഇന്നത്തെ കാലത്തെ ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ മോശം തന്നെയാണ്. അതുകൊണ്ട് അതൊക്കെ നീ അങ്ങ് തിരിച്ചു കൊടുക്കുക.
നിൻ്റെ അഹങ്കാരം നീ കുറയ്ക്ക്, നിൻ്റെ മകനെ മാത്രം എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവം നീ അങ്ങ് നിർത്ത് എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ അങ്ങ് ദേഷ്യപ്പെടുക ചന്ദ്രയുടെ നേരെ. ചന്ദ്രയ്ക്ക് അങ്ങ് ദേഷ്യം അന്നേരം വരുവാണ് ശ്രുതിയോടൊപ്പം സ്നേഹമൊന്നുമല്ല, ശ്രുതിയോട് നല്ല ദേഷ്യമാണ് ചന്ദ്രയ്ക്ക് വരുന്നത്. ഇരട്ടി ദേഷ്യം വന്നിട്ട് ശ്രുതിയുടെ നേരെ ജ്വലിച്ചുകൊണ്ട് ചെല്ലുക ചന്ദ്ര. എന്നിട്ട് പറയാം, എടി ഇനി കാരണമല്ലേടി ഇപ്പം ഇതൊക്കെ കണ്ടവരുടെ എല്ലാം കേൾക്കേണ്ടി വരുന്നത്. ഞാനിപ്പോൾ ഇവരുടെയൊക്കെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരുന്നില്ലേ, വിചാരണയ്ക്ക് നിന്ന് കൊടുക്കേണ്ടി വരുന്നില്ലേ, നീ കാരണമല്ലേ ഇതൊക്കെ സംഭവിച്ചത്, നീ ഒറ്റ കാരണം ഇതൊക്കെ സംഭവിച്ചത്, നാശം എൻ്റെ കൺമുന്നിൽ നിന്ന് മാറിപ്പൊടി നീ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ശ്രുതി ആട്ടി ഓടിക്കുകയാണ് കേട്ടോ. അച്ഛമ്മയുടെ ചീത്തയും കൂടെ കേൾക്കുമ്പോൾ ശ്രുതിയോടുള്ള ദേഷ്യം ചന്ദ്രയ്ക്ക് ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നല്ല അടിപൊളി എപ്പിസോഡുകളാണ് കേട്ടോ വരാൻ കിടക്കുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്